നമസ്കാരം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വിശ്വസിച്ചിരുന്നു ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. എന്നാൽ കൃത്യമായി 9 തവണയാണ് അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസികളുടെ നോട്ടീസിനെ തിരസ്കരിച്ചത്. എങ്കിലും അരവിന്ദ് കെജ്രിവാൾ കരുതിയിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. മദ്യനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 100 കോടിയിലധികം രൂപ ആം ആദ്മി ഉണ്ടാക്കി അല്ലെങ്കിൽ അഴിമതിയിലൂടെ സമ്പാദിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തത്. ഇങ്ങനെ മദ്യനയ ക്രമക്കേടുകളിലൂടെ ഉണ്ടാക്കിയ 100 കോടിയിലധികം പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി പാർട്ടി ചിലവഴിച്ചു എന്ന് തന്നെയാണ് അവർ കണ്ടെത്തിയിരുന്നത്. അന്വേഷണ ഏജൻസികളുടെ ഈ കണ്ടെത്തലുകളോട് ഒരു തരത്തിലും പ്രതികരിക്കുവാനോ കൃത്യമായ വിവരങ്ങൾ നൽകുവാനോ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്. എന്നാൽ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഭരണം നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഫയലിൽ ഡൽഹിയിലെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒപ്പുവെക്കുകയുണ്ടായി. എന്നാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്നാണ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറായ VK സക്സേന പറയുന്നത്. സക്സേന ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരു ഭരണകർത്താവിനും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരണം നിർവഹിക്കുവാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ വിശുദ്ധി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന ആപ്തവാക്യം പൊതുജനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും ബാധകമാണ് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിയിട്ടില്ല, ആം ആദ്മി പാർട്ടി അഴിമതി നടത്തിയോ ഇല്ലയോ എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു വിഷയമല്ല. ഈ പണം അരവിന്ദ് കെജ്രിവാൾ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് ചിലവഴിച്ചിട്ടില്ല എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ന്യായീകരണങ്ങളോ യുക്തികളോ ഒരു കാരണവശാലും ഇവിടെ സാധൂകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഇക്കാര്യത്തിൽ തുറന്ന നിലപാടുമായി പൊതുജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് അധിക നാൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തായാലും ഇനിയും 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിൽ വരുന്നുള്ളൂ. അത്രയും കാലം എന്തായാലും കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ടതായി വരും. ഇനി 4 ദിവസം കഴിഞ്ഞാലും ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ജയിൽവാസം തുടരേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ദീർഘകാലം ജയിലിൽ കിടന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിക്ക് ഡൽഹി ഭരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് VK സക്സേനയുടെ വാക്കിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണറായ VK സക്സേന ഇത് അടിവരയിട്ട് പറയുന്നു. എന്നാൽ ഇത്തരം നീക്കങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന്റെ മുന്നോടിയായി നടക്കുന്ന സൂചനകൾ തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാനുള്ള നീക്കത്തിന്റെ സൂചനയായി മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി അതിന് കൈവരുന്നു. അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ആരോപിക്കപ്പെടുന്നയാൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് നോട്ടീസ് നൽകുമ്പോൾ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ ഹാജരായി കൊടുക്കുവാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഭരണാധികാരികളും പൊതുപ്രവർത്തകരും ഇതിന് സന്നദ്ധരാകാത്തത് എന്നാണ് ചോദ്യം. അരവിന്ദ് കെജ്രിവാളിന് 9 തവണയാണ് ED നോട്ടീസ് അയച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും അരവിന്ദ് കെജ്രിവാൾ EDക്ക് മുന്നിലെത്തി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തുനിയാതിരുന്നത്, മെനക്കെടാതിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ചോദിക്കുന്നതും. അപ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ EDയെ മാറ്റി നിർത്തുവാൻ വേണ്ടി EDയിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നത് എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ്. ഇങ്ങ് കേരളത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലൂടെ 1,72,00,000 രൂപയാണ് അനധികൃതമായി മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റിയത് എന്നുള്ള ഒരു കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും ഇപ്പോൾ ത്വരിതമായി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള, അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDC എന്ന സ്ഥാപനത്തിന് CMRL 13% ഓഹരിയുണ്ട്. അങ്ങനെയെങ്കിൽ സർക്കാർ ചുമതലയിലുള്ള ഒരു കമ്പനിക്ക് ഓഹരിയുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി ഇനത്തിൽ കോഴ കൈപ്പറ്റുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ് നടക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. നിയമത്തിൽ അങ്ങനെയാണ് അതിന് വ്യാഖ്യാനമുള്ള എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും ഈ കേസിൽ, അതായത് മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ ഉണ്ടാകുന്ന നിയമ നടപടികൾ ബാധകമാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇഡിയുടെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണ പരിധിയിൽ നിന്നും വീണ വിജയൻ മാറി മാറി നിൽക്കുന്നു. ഇഡിയുടെ നോട്ടീസ് കൈപ്പറ്റി ഇഡിക്ക് മുന്നിലെത്തി അവർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡി വീണ്ടും ഇപ്പോൾ വീണ വിജയന് നോട്ടീസ് അയച്ചിരിക്കുന്നു. വീണ വിജയന് നോട്ടീസ് അയച്ച ഇഡി വീണയെ തേടി വരുമ്പോൾ വീണ ഇഡിയുടെ മുന്നിൽ കൊടുക്കുന്ന വിവരങ്ങളും ലഭ്യമാക്കുന്ന രേഖകളും മൊഴികളും ഒന്നും വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ വിജയനെ ഇഡിക്ക് അറസ്റ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിയമപരമായ വഴി തന്നെയാണ്, മാർഗം തന്നെയാണ്. ഇതിനെ തടയുവാൻ പിണറായി വിജയനോ വീണ വിജയനോ ഇനി നിയമപരമായി സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വീണ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മുഖ്യമന്ത്രി തലവനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSIDCക്ക് CMRL എന്ന കമ്പനിയിൽ 13% ഓഹരി ഉണ്ടെന്നിരിക്കെ KSIDCയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് CMRL എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉണ്ടെന്നിരിക്കെ CMRL എന്ന കമ്പനി വീണ വിജയന്, അതായത് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് എക്സാലോജിക്കിന് വേണ്ടി 1,72,00,000 രൂപ കൊടുക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യാഖ്യാനിക്കപ്പെടുക. നിയമപരമായി മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ വിജയന് 1,72,00,000 രൂപ കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ വീണയ്ക്കെതിരെ ഉണ്ടാകുന്ന നിയമ നടപടികൾ മുഖ്യമന്ത്രിയിലേക്ക് ചെല്ലും. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതായി വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ പാത പിന്തുടർന്ന് ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി അറസ്റ്റിലായി കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഭരണം നടത്താം എന്ന് വിചാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിൽ അതിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത്. അദ്ദേഹം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ചിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഡൽഹിയെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലും ഒരു രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് വരുമ്പോൾ പിണറായി വിജയന്റെയും വീണ വിജയന്റെയും ഭാവി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇഡിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും വീണ വിജയന്റെയും പിണറായി വിജയന്റെയും തൊട്ടു പുറകിലുണ്ട് എന്നറിയുമ്പോൾ ഡൽഹിക്ക് സമാനമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റിലാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റിലായാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുമ്പോൾ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് വീണ വിജയൻ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അറസ്റ്റിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയേക്കാം എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അത്തരം അനിഷ്ടകരമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.